Hi students, good morning all. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററാണ്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഓരോ റീജിയൻസിലും എലമെൻ്ററി കനാലിൻ്റെ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്. അല്ലേ, നമ്മൾ ഈ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സിൽ കുറേ എൻഡ് പ്രൊഡക്ട്സ് ലാസ്റ്റ് ഫോം ചെയ്തിരുന്നു അല്ലേ. വളരെ സിംപിളർ ആയിട്ടുള്ള അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്തിരുന്നു. ഇനി അതിന് ആ എൻഡ് പ്രൊഡക്ട്സിന് എന്താണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണം. ഇതാണ് അബ്സോർപ്ഷനിൽ വരുന്നത്. സോ വി ക്യാൻ ഗോ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ദ ഡൈജസ്റ്റഡ് ഫുഡ്. have already know about the end products of digestion. like carbohydrates ഒക്കെ അതിന്റെ മോണോസാക്രൈഡ്സ് ഫോമിലുള്ള ഗ്ലൂക്കോസ് ഫ്രക്ടോസ് പോലെയുള്ള മോണോസാക്രൈഡ്സ് ആയി മാറിയിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രോട്ടീൻസിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്തായിരുന്നു? അമിനോ ആസിഡ്. ഏറ്റവും സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. അതുപോലെ വാട്ട് അബൌട്ട് ഫാറ്റ്സിന്റെ ഏറ്റവും എൻഡ് പ്രൊഡക്ട്സ് എന്തായിരുന്നു? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ അല്ലേ. അപ്പൊ അങ്ങനെ എൻഡ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഡൈജഷന്റെ എൻഡ് പ്രൊഡക്ട്സ് അബ്സോർബ് ചെയ്യാണ് നമ്മുടെ ബോഡി. ഏതിലൂടെ? ത്രൂ ദ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം. നമ്മുടെ മ്യൂക്കോസൽ എപ്പിത്തീലിയം നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ഗട്ട് ഒക്കെ പഠിച്ചപ്പോൾ മ്യൂക്കോസ എന്ന് പറയുന്ന ഇന്നർ ലെയർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മുടെ ല്യൂമന് ജസ്റ്റ് കോണ്ടാക്ട് ഉള്ള ഏറ്റവും ഇന്നർ ലെയർ ആണ് മ്യൂക്കോസ. അപ്പം മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിലൂടെയാണ് നമ്മുടെ ഈ എൻഡ് പ്രൊഡക്ട്സ് ഫൈനലി എവിടെയാണ് റീച്ച് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഡെഫിനറ്റ്ലി ഈസ് ദ ബ്ലഡ് ഓർ ലിംഫ്. അപ്പോൾ ബ്ലഡിലോട്ടും ലിംഫിലോട്ടുമാണ് നമ്മുടെ ഈ ഡൈജഷന്റെ എൻഡ് പ്രൊഡക്ട്സ് റീച്ച് ചെയ്യുന്നത് ത്രൂ ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം. അപ്പോൾ ആ ഒരു പ്രോസസ് ആണ് ആക്ച്വലി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് അബ്സോർപ്ഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ എൻഡ് പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ ആർ പാസ് ത്രൂ ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഇൻ ടു ദ ബ്ലഡ് ഓർ ലിംഫ്. ബ്ലഡിലോട്ടോ ലിംഫിലോട്ടോ നമ്മുടെ ഡൈജഷന്റെ എൻഡ് പ്രൊഡക്ട്സ് പാസ് ചെയ്തിട്ട് അവിടെ ആണ് നമ്മൾ ഫൈനലി റീച്ച് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദിസ് അബ്സോർപ്ഷൻ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ഡിഫറെന്റ് മെക്കാനിസം. പല ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴിയാണ് പല ടൈപ്പ് എൻഡ് പ്രൊഡക്ട്സിനെയും കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഗ്ലൂക്കോസിനെയും സം ഓഫ് ദ അമിനോ ആസിഡ്സ്, ചില അമിനോ ആസിഡ്സും അതേപോലെ ക്ലോറൈഡ് അയോൺസ് പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലേ. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച് കൂടുതലുള്ളതിന് കുറവുള്ള ഭാഗത്തോട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. എങ്ങോട്ട്? ബ്ലഡിലോട്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്മോൾ എമൗണ്ട്സ് ഓഫ് മോണോസാക്രൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് സം ഓഫ് ദ അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ ക്ലോറൈഡ് അയോൺസ് അതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബ്ലഡിൽ റീച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സം ഓഫ് ദ കേസ് ഇപ്പോൾ ഫ്രക്ടോസ് ഒക്കെ ആണെങ്കിൽ മോണോസാക്രൈഡ് ആയിട്ടുള്ള ഫ്രക്ടോസിൻ്റെയും ചില അമിനോ ആസിഡ്സിനെയൊക്കെ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴി, അതായത് ഒരു കാരിയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കാരിയർ പ്രോട്ടീനിന്റെ ഒക്കെ സഹായത്തോടു കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രക്ടോസും ചില അമിനോ ആസിഡ്സ് ഒക്കെ ആ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയും അബ്സോർപ്ഷൻ അതിന്റെ ട്രാൻസ്പോർട്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. ഓസ്മോസിസ് പഠിച്ചിട്ടില്ലേ? ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടാണ് വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് വരുന്നത്. ഓൾസോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ആയിട്ട്. സാധാരണ നമ്മളെ മൂവ്മെന്റ് ഒക്കെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടുള്ള സിമ്പിൾ ഡിഫ്യൂഷൻ ഒക്കെ നടക്കുക. അപ്പൊ അതിനെതിരെ ആവുമ്പോഴെന്താണ്? ഡെഫിനറ്റ്ലി ദർ റിക്വയേഴ്സ് എനർജി അല്ലെ. എനർജി യൂസ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ആയിട്ടും ട്രാൻസ്പോർട്ട് നടക്കും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസും ചില അമിനോ ആസിഡ്സ്, സോഡിയം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുള്ള സിമ്പിൾ ഡിഫ്യൂഷൻ ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ട് കാരിയർ ആയിട്ടുള്ള ഏതെങ്കിലും അയോൺസ് വെച്ചിട്ട്. അപ്പോൾ എന്താണ് കാരിയർ പ്രോട്ടീൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയോൺസിന്റെ സഹായത്തോടു കൂടി എന്താണ് ചിലതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടാവാറുണ്ട്. അതിനാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ്, സോ ആക്റ്റീവ്, പാസീവ്, ഫെസിലിറ്റേറ്റഡ് അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴിയൊക്കെയാണ് പല ന്യൂട്രിയൻസിന്റെയും അബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ?
We have already mentioned about the absorption of carbohydrates as well as protein. അല്ലേ, കാർബോഹൈഡ്രേറ്റ്സിന്റെ എൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലെയുള്ള മോണോസാക്രൈഡ്സ്. അതുപോലെ പ്രോട്ടീൻസിന്റെ എൻ പ്രൊഡക്ട്സ് ആയിരുന്നു അമിനോ ആസിഡ്സ്. അല്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് വഴിയും അതേപോലെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ഫാറ്റ്സ്? ഫാറ്റ്സിന്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്തില്ലല്ലോ. ഫാറ്റിന്റെ എൻ പ്രൊഡക്ട്സ് എന്തായിരുന്നു എന്ന് ഓർക്കുന്നില്ലേ? വാട്ട് ആർ ദ എൻ പ്രൊഡക്ട്സ് ഓഫ് ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ്? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അല്ലേ, അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സിന്റെയും ഗ്ലിസറോളിന്റെയും പെക്യുലാരിറ്റി എന്താണ്? ദേ ആർ ഇൻസോലബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അല്ലേ, അപ്പോൾ അത് നേരിട്ട് നമുക്ക് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, ഇൻസോലബിൾ ആയതുകൊണ്ട് തന്നെ. സോ എന്ത് പറ്റും? സോ അതിനെന്താണ് ചെയ്യാറുള്ളത്? ഈ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും എന്താണ്, സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. അതിനാണ് മിസെല്ലസ് എന്ന് പറയുന്നത്. Okay, they will unite into form a miscellaneous form and they will enter the intestinal mucosa. മ്യൂക്കോസയിൽ എൻ്റർ ചെയ്യും. അവിടെ ഒരു പ്രോട്ടീൻ കോട്ടഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടീൻ കോട്ടുള്ള ഫാറ്റിൻ്റെ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കൈലോമൈക്രോൺസ്. അത് എന്നിട്ട് നമ്മുടെ വില്ലസ് ഭാഗത്തുള്ള, വില്ലസ് റീജിയനിലുള്ള ലിംഫാറ്റിക് വെസൽസിലോട്ടാണ് പോവുക. ആ ലിംഫാറ്റിക് വെസൽസിൽ നിന്നാണ് ഇറ്റ് വിൽ ബി റീച്ച്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീമിലോട്ടൊക്കെ ഫൈനലി അത് അബ്സോർബ് ചെയ്യുക ഫ്രം ദ വില്ലസ് റീജിയൻ. ആ വില്ലയിൽ നിന്നാണ് ദേ വിൽ ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, അപ്പം നേരിട്ട് മറ്റ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എൻ പ്രൊഡക്ട്സും പ്രോട്ടീൻ്റെ എൻ പ്രൊഡക്ട്സും എന്താണ് അബ്സോർബ് ചെയ്ത പോലെ നേരിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇൻസോലബിൾ മോളിക്യൂൾസ് ആയതുകൊണ്ടാണ്, ഇൻസോലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ്. അതിനെ മിസെല്ലസ് ഫോമിൽ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസത്തിൽ എത്തും. അവിടെ നിന്ന് ഒരു പ്രോട്ടീൻ കോട്ടഡ് ആയിട്ടുള്ള ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കൈലോമൈക്രോൺസ് ദെൻ റീച്ചസ് ദ വില്ലസിന്റെ ഭാഗത്തുള്ള ലിംഫാറ്റിക് വെസൽസിൽ റീച്ച് ചെയ്യും. ആൻഡ് ഫ്രം ദെയർ ദേ വിൽ ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഫൈനലി ദേ വിൽ റീച്ച് ദ ബ്ലഡ് സ്ട്രീം. അപ്പോൾ അതാണ് ഫാറ്റിന്റെ എൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോളിന്റെ അബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അബ്സോർപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് എലിമെന്ററി കനാലിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അല്ലേ, ഇപ്പം നമ്മൾ എലിമെന്ററി കനാലിന്റെ ഭാഗമായിട്ടുള്ള മൗത്തും സ്റ്റൊമക്കും സ്മോൾ ഇൻഡസ്ട്രൈനും ലാർജ് ഇൻഡസ്ട്രൈനും ഒക്കെ പറഞ്ഞു. അവിടെ വെച്ചിട്ടൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും മാക്സിമം എമൗണ്ട് ഓഫ് അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രൈനൽ റീജിയനിൽ വെച്ച് തന്നെയാണ് മാക്സിമം എമൗണ്ട്സിലും അബ്സോർപ്ഷന് സാധ്യമാവുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റീജിയനിലും ഉള്ള അബ്സോർപ്ഷൻ പ്രോസസ്സ് ഒരു ചാർട്ട് വഴി നോക്കാം. Okay, let's look to the absorption process that takes place in various parts of our digestive system like mouth, stomach, small intestine, large intestine, etc. ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന absorption process ആണ് തുടങ്ങുന്നത്. Okay, first we can start with mouth. മൗത്തിൽ എങ്ങനെയാണ് നമ്മുടെ ചില ഡ്രഗ്സ്, certain drugs coming in contact with the mucosa of mouth and lower side of the tongue are absorbed into the blood capillaries lining them. നമ്മുടെ മൗത്തിലും ടങ്ങിന്റെ താഴെയൊക്കെയുള്ള ഭാഗങ്ങളിൽ മ്യൂക്കോസയിൽ ലൈൻ ചെയ്തിട്ട് ഒരുപാട് കാപ്പിലറീസ് ഉണ്ടായിരിക്കും. അല്ലേ, ബ്ലഡ് കാപ്പിലറീസ്. അപ്പോൾ അതിലൂടെയാണ് ചില ഡ്രഗ്സിന്റെ അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത്, ഡ്രഗ് കണ്ടന്റ്. ഓക്കെ, വാട്ട് അബൌട്ട് സ്റ്റൊമക്കിൽ നടക്കുന്ന അബ്സോർപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് വാട്ടർ, സിമ്പിൾ ഷുഗേഴ്സ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾ കണ്ടന്റിൻ്റെയും അതേപോലെ ഷുഗേഴ്സിൻ്റെയും ചില വാട്ടറിൻ്റെയൊക്കെ അബ്സോർപ്ഷന് സ്റ്റൊമക്ക് ഏരിയയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ദെൻ കംസ് സ്മോൾ ഇൻഡസ്റ്റൈൻ. അല്ലേ, സ്റ്റൊമക്ക് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. നമ്മുടെ അബ്സോർപ്ഷൻ പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. സോ ദ പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇസ് സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ദ ഡൈജഷൻ ഇസ് കംപ്ലീറ്റഡ് ഹിയർ ആൻഡ് ദ ഫൈനൽ പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ സച്ച് ആസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ദ മ്യൂക്കോസ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലേ, അതായത് നമ്മൾ ഡൈജഷൻ പ്രോസസ്സിൽ ഓരോ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന ഏറ്റവും സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ്, അല്ലേ, അതിൻ്റെ എൻ പ്രൊഡക്ട്സ് അതെല്ലാം എവിടെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൻ്റെ ഒക്കെ ഭാഗത്തുള്ള മ്യൂക്കോസയിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദേ റീച്ച് ആസ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫ്. അതാണ് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അല്ലേ, അത് ലാസ്റ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലഡ് സ്ട്രീമിലും ലിംഫിലൊക്കെ എത്തിച്ചേരും. ഓക്കെ, ആൻഡ് ഫ്രം ദെയർ ദേ വിൽ മൂവ് ഇൻ ടു ദ ടിഷ്യൂസ് another organs. Okay, അപ്പം പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ. അവിടെ വെച്ചിട്ടാണ് മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് നടക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഫ്രം ലാർജ് ഇൻഡസ്റ്റൈൻ? ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് എന്താണ് അബ്സോർബ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അല്ലേ, ഡൈജഷൻ പ്രോസസ്സ് പഠിച്ചപ്പോൾ
വാട്ടറിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ ആൻഡ് സം ഓഫ് ദ മിനറൽസ് ആൻഡ് ഓൾസോ സം ഡ്രഗ്സ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അതിന് മുൻപുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് മാക്സിമം എല്ലാ എൻഡ് പ്രൊഡക്ട്സിനെയും അബ്സോർബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ചില വാട്ടർ, മിനറൽസ്, ഡ്രഗ്സ് പോലെയുള്ളത് മാത്രമാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന അബ്സോർപ്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഓരോ ഏരിയയിലും നടക്കുന്ന അബ്സോർപ്ഷൻ മനസ്സിലാക്കി അതിൽ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഏരിയ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ absorption taking place in various parts of alimentary canal like mouth, stomach, small intestine, large intestine, etc. അപ്പം നമ്മുടെ ഈ ബ്ലഡ് അല്ലെങ്കിൽ ലിംഫിൽ എത്തിയിട്ടുള്ള ഈ ബ്ലഡിൽ എത്തിയിട്ടുള്ള ഈ ന്യൂട്രിയൻസ് ഒക്കെ ഫൈനലി എവിടെ എത്തും? ദേ വിൽ റീച്ച് ദ ടിഷ്യൂസ് അല്ലേ, നമ്മുടെ ബോഡി പാർട്സിലൂടെ. നമുക്കറിയാം ബ്ലഡ് ഒരു സർക്കുലേറ്ററി മീഡിയം ആണ്, സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് പല ഭാഗങ്ങളിലോട്ടും എത്തും. ആ രീതിയിൽ നമ്മുടെ ഈ ന്യൂട്രിയൻസും നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ അബ്സോർപ്ഷൻ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസ് വിൽ റീച്ച് ദ tissues and tissues use them for their activities അല്ലേ. നമുക്ക് വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്യണ്ടേ, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിയൻസ് അല്ലേ, വി നീഡ് എനർജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടിഷ്യൂസ് ഒക്കെ യൂട്ടിലൈസ് ദിസ് ന്യൂട്രിയൻസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ അസിമുലേഷൻ, ക്ലിയർ ആയോ? അസിമുലേഷൻ, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാണ് അല്ലേ ബൈ ദ ടിഷ്യൂസ് ഫോർ ഡൂയിങ് ദെയർ ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് ആക്ച്വലി അസിമുലേഷൻ. വേസ്റ്റ് പ്രൊഡക്ട്സ്, നമ്മൾ കഴിച്ച എല്ലാ ഫുഡും എന്താണ് അബ്സോർബ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ആ ഡൈജഷൻ ഒക്കെ നടത്തിയതിന് ശേഷം കുറഞ്ഞ ഭാഗം വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, അതിനാണ് നമ്മൾ ഫീക്കസ് എന്ന് പറഞ്ഞിരുന്നത്. സോ ഇറ്റ് ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം പാർട്ട് അല്ലേ, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ റെക്ടം റീജിയനിലാണ് ഡെഫിക്കേഷന് തൊട്ട് മുൻപ് വരെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെക്ടം റീജിയനിൽ അതിൻ്റെ പ്രസൻസ്, ആ ഒരു ഫീക്കസിൻ്റെ പ്രസൻസ്, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂറൽ റിഫ്ലെക്സ്. എന്താണ് ആ റിഫ്ലെക്സ്? നോട്ട് ടു റിമൂവ് ദാറ്റ് വേസ്റ്റ് അല്ലേ, ആ വേസ്റ്റിനെ റിമൂവ് ചെയ്യുക എന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഒരു ന്യൂറൽ റിഫ്ലെക്സ് ആക്ഷൻ വഴിയാണ് അത് നടക്കുന്നത് അല്ലേ. അപ്പം എന്താണ്, ഫൈനലി ഇറ്റ് വിൽ ബി റിമൂവ് ത്രൂ ദ ആനൽ ഓപ്പണിംഗ് അല്ലേ. ആനസിലൂടെ നമ്മുടെ ഫീസസ് റിമൂവ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്കലി എന്ത് പറയുന്നത്? ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ് ത്രൂ ദ ആനസ്, ദാറ്റ് ഈസ് ദ ഡെഫിക്കേഷൻ. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ വോളണ്ടറി പ്രോസസ് അല്ലേ. ഒരു വോളണ്ടറി പ്രോസസ് ആണ് വിച്ച് ഈസ് ഇൻവോൾവിങ് മാസ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിലൂടെ ഒരു വോളണ്ടറി പ്രോസസ് ആയിട്ടാണ് ഡെഫിക്കേഷൻ നടക്കുന്നത് അല്ലേ. അപ്പം വേസ്റ്റ് പ്രൊഡക്ട്സ് ആ രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്നും എന്താണ് പുറത്തേക്ക് തള്ളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൈജഷൻ, അതോടുകൂടി നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഇനിയും ഈ ഡൈജഷൻ പ്രോസസ്സ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കണു അല്ലേ. നമ്മൾ കൃത്യമായിട്ട് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓരോ റീജിയനിലും എങ്ങനെയാണ് ആ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതും ഏത് ഭാഗത്തോട്ട് ഏത് രീതിയിലാണ് ഏത് മെക്കാനിസം വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ആ ന്യൂട്രിയൻസ് നമ്മുടെ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് ഫൈനലി ദ വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യുന്നതിന് ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ ആൻഡ് ഡെഫിക്കേഷൻ ഈ പ്രോസസ്സൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് പറയുമ്പം ഈ പ്രോസസ്സൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ പറയണം. ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ ആൻഡ് ഡെഫിക്കേഷൻ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആണല്ലോ. സോ വി ഹാവ് സം ഡിസോർഡേഴ്സ് റിലേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എന്താണ് ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സും കൂടെ മെൻഷൻ ചെയ്താൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പോൾ അതും കൂടെ പറയാം. Okay, when we are discussing about the disorders, first we want to mention about the inflammation of the intestinal tract. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് ഇൻഫ്ലമേഷൻസ് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട് ഡ്യൂ ടു ദ ബാക്ടീരിയൽ ഓർ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ അത് കോസ് ചെയ്യുന്ന ചില പാരസൈറ്റ്സ് ആണ് ടേപ്പ് വേം. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ തന്നെയുള്ള പാരസൈറ്റ്സ് ആണ് ടേപ്പ് വേം, റൗണ്ട് വേം, ത്രെഡ് വേം, ഹുക്ക് വേം, പിൻ വേം, അങ്ങനെ ധാരാളം നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കണ്ടുവരുന്ന പാരസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ മൂലം ചിലപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. അതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എയിൽമെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫസ്റ്റ് മെൻഷൻ ചെയ്യാനുള്ളത് അതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ജോണ്ടിസ് ഓൾസോ വൺ ഓഫ് ദ ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അവിടെ ഏതിനാണ് എഫക്ട് ചെയ്യുന്നത്? ജോണ്ടിസ് എന്ന് പറഞ്ഞത് ലിവർ അല്ലേ. Liver is affected and also skin and eyes turn yellow due to the deposit of bile pigments.
നമുക്കറിയാം അല്ലേ, മഞ്ഞപ്പിത്തം അല്ലേ, ജോണ്ടിസ് ഉണ്ടാകുമ്പോൾ പൊതുവേ ഒരു സ്കിന്നിനും അതേപോലെ ഐസിലൊക്കെ ഒരു യെല്ലോ കളർനെസ് അല്ലേ, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റീസൺ ഓഫ് ദ ബൈൽ പിഗ്മെന്റ്സിന്റെ ഡെപ്പോസിറ്റ് കൊണ്ടാണ് അല്ലേ. ബൈൽ പിഗ്മെന്റ്സ് ബിലിറൂബിനൊക്കെയാണ് ബൈൽ പിഗ്മെന്റ്സ് എന്നറിയാം. അപ്പോൾ ബൈൽ പിഗ്മെന്റ്സിന്റെ ഡെപ്പോസിറ്റ് മൂലമാണ് അത്തരത്തിലുള്ളൊരു യെല്ലോയിഷ്നെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഓർഗനാണ് എഫക്ട് ചെയ്യുന്നത് എന്നറിയാലോ? ലിവർ ഈസ് ദ ഓർഗൻ വിച്ച് ഈസ് എഫക്റ്റഡ് ബൈ ജോണ്ടിസ്. ഓക്കെ, അതർ ഡിസോർഡർ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് വൊമിറ്റിംഗ്. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക് കണ്ടന്റ്, നമ്മൾ കഴിച്ചൊരു സാധനം അല്ലേ, സ്റ്റൊമക് കണ്ടന്റ് ഇജക്ട് ചെയ്യാണ് ത്രൂ ദ മൗത്തിലൂടെ തന്നെ തിരിച്ച് നമ്മൾ കഴിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമക്കിലുള്ള കണ്ടന്റ്സ് ഇജക്ട് ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ വൊമിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലേ. നമുക്കറിയാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഛർദ്ദിക്കാൻ തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ അത് ചെയ്യും അല്ലേ. അതായത് റിഫ്ലക്സ് ആയിട്ടുള്ള വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾ ബൈ ദ വെമിറ്റ് സെന്റർ ഇൻ ദ മെഡുല്ല. നമ്മുടെ ബ്രെയിനിലെ മെഡുല്ല റീജിയനിൽ വെമിറ്റ് സെന്റർ ഉണ്ട്. ഓക്കെ, അതാണ് കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു റിഫ്ലക്സ് ആക്ഷന്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് എ ഫീലിംഗ് ഓഫ് നോസിയ പ്രൊസീഡ്സ് വൊമിറ്റിംഗ് അല്ലേ. എപ്പോഴും നമ്മൾ ഛർദ്ദിക്കുന്നതിന്റെ മുൻപ് തന്നെ നമുക്കൊരു നോസിയ ഫീലിംഗ് ഉണ്ടായിരിക്കും അല്ലേ, നമുക്കൊരു ഓക്കാനിക്കാൻ വരിക എന്നൊക്കെ പറയില്ലേ അല്ലേ. എന്നിട്ടാണ് നമ്മൾ ഛർദ്ദിക്കുക. അല്ല നേരിട്ട് ഒരു അത്തരത്തിലുള്ള ഒരു ടെംപ്റ്റും ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വൊമിറ്റ് ചെയ്യില്ല. അതിൻ്റെ മുൻപ് ഒരു ഫീലിംഗ് ഓഫ് നോസിയ ഓൾവേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺസ് ഒക്കെ പലതും ഉണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള വൊമിറ്റിംഗ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വൺ ഓഫ് ദ ഡിസോർഡർ ആണ്. ആൻഡ് ദെൻ കംസ് ഡയറിയ അല്ലേ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡർ ആണ് ഡയറിയ അല്ലേ. അബ്നോർമൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഓഫ് ബവൽ മൂവ്മെന്റ്, നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് അബ്നോർമൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാവുകയും അതേപോലെ ലിക്വിഡിറ്റി അല്ലേ, ഫീക്കൽ മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഫീക്കൽ ഡിസ്ചാർജിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഡയറിയ അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്നൊക്കെ പറയില്ലേ. വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ് ലൂസ് മോഷൻ. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഡയറിയൻ്റെ കേസിൽ മാക്സിമം വാട്ടർ കണ്ടന്റും എല്ലാം അതിലുണ്ട്. അബ്സോർപ്ഷന് വളരെ കുറവാണ് ഡയറിയ ഉണ്ടാവുന്ന കേസിൽ. ഇറ്റ് റെഡ്യൂസസ് ഡയറിയ എന്ന് പറയുന്ന ഒരു എയിൽമെന്റ് ഉണ്ടാകുമ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് വളരെ കുറവായിട്ടായിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ ബവൽ മൂവ്മെന്റ്സ് അബ്നോർമൽ ഫ്രീക്വൻസിയിൽ ഉണ്ടായിരിക്കും, ലിക്വിഡിറ്റി കൂടും എന്നുള്ളതൊക്കെയാണ് ഡയറിയൻ്റെ കേസിൽ പറയാനുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് കംസ് ദ കോൺസ്റ്റിപ്പേഷൻ. ദ ഫീക്കസ് ആർ റിറ്റെയിൻ വിത്ത് ദ റെക്ടം ആസ് ദ ബവൽ മൂവ്മെന്റ് ഒക്കർ ഇറഗുലർലി. ബവൽ മൂവ്മെന്റ് ഇറഗുലർ ആയിട്ടേ നടക്കുള്ളൂ. അതേപോലെ ഫീക്കസ് എപ്പോഴും റെക്ടത്തിൽ ഇങ്ങനെ റിറ്റെയിൻ ചെയ്തിട്ട് ഡെഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ മലയാളത്തിൽ മലബന്ധം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡെഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അതേപോലെ നേരെ തിരിച്ചായിരിക്കും. ഡയറിയൻ്റെ കേസിൽ നമ്മൾ ലിക്വിഡിറ്റി നന്നായിട്ട് പറഞ്ഞില്ലേ. ഇത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഫീക്കസ് ഉണ്ടാവുകയും രക്തത്തിൽ തന്നെ റിറ്റെയിൻ ചെയ്തിട്ട് പെയിൻ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ആൻഡ് another disorder that is related with digestive system is indigestion അല്ലേ. ദഹനമില്ലാത്ത അവസ്ഥ, ഒരു indigestion. In this condition the food is not properly digested, leading to a feeling of fullness. പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല. അപ്പോൾ എപ്പോഴും വയറൊക്കെ ഒരു ഫുള്ളായ അവസ്ഥയാണ് അല്ലേ. ഇൻഡൈജഷൻ, ദഹനക്കേട് ഉണ്ടാകുമ്പോഴും അങ്ങനെയല്ലേ ഫീൽ ചെയ്യുക. അതിൻ്റെ റീസൺസ് പറയുന്നത് ഇപ്പം നമ്മൾ ഡൈജഷൻ പ്രോസസ്സ് പഠിച്ചതാണല്ലോ. അപ്പം അങ്ങനെ അതിൽ ഇപ്പോൾ ധാരാളം എൻസൈംസിന് വലിയ റോൾ ഉണ്ട് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ആ എൻസൈം സെക്രീഷന് ഇൻഅഡിക്വേറ്റ് ആവാം ഒരു വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ് ഇൻഡൈജഷൻ. കാരണം ഓരോ പ്രോസസ്സിലും അതിന് സ്പീഡപ്പ് ചെയ്യുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രോപ്പർ അഡിക്വേറ്റ് എമൗണ്ടിൽ ഇല്ലെങ്കിൽ ആ സ്റ്റേജസിലുള്ള ഡൈജഷൻസ് ഒന്നും നടക്കില്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഈ എൻസൈംസിൻ്റെ സെക്രീഷന് വേണ്ട രീതിയിൽ ഇല്ലാണ്ട് ഇരിക്കുന്നത് വൺ ഓഫ് ദ റീസൺ ആണ്. വേറെയും ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ ഇൻഡൈജഷന് വേണ്ടിയിട്ട് അല്ലേ. ആൻസൈറ്റി പറയാം, നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടിരിക്കില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഉത്കണ്ഠപ്പെട്ട് വളരെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഇൻഡൈജഷൻ സംഭവിക്കാം. അതേപോലെ ഫുഡ് പോയ്സണിങ് വളരെ വലിയൊരു റീസൺ ആണ്. ഇപ്പം നമ്മൾ പഴകിയ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഒരുപാട് പഴക്കമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പം ഡെഫിനറ്റ്ലി ദർ ഈസ് എ ചാൻസ് ടു ഗെറ്റ് ഇൻഡൈജഷൻ അല്ലേ. അതേപോലെ എന്തെങ്കിലും നമുക്ക് വയറിനൊന്നും നല്ലതല്ലാത്ത കുറച്ച് അഡിക്റ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലും ഇൻഡൈജഷൻ വരാം. അതുപോലെ ഓവർ ഈറ്റിംഗ്, സാധാരണ നമ്മൾ കഴിക്കേണ്ട ഒരളവിൽ കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക, കുറേ എമൗണ്ടിൽ കഴിക്കുക, അങ്ങനെയുള്ള ഓവർ ഈറ്റിങ്ങിൻ്റെ കേസിലും ഇൻഡൈജഷൻസ് വരാം. അതേപോലെ സ്പൈസി ഫുഡ്, വളരെയധികം സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലും
ഇത്തരത്തിലുള്ള ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇൻഡൈജഷനൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡിസോർഡറാണ് അല്ലേ. അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് എലിമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ദിസ് ടോപ്പിക് വി ഹാവ് കംപ്ലീറ്റഡ് ദ എൻറ്റയർ ചാപ്റ്റർ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തു അല്ലേ. ഡൈജഷനും അബ്സോർപ്ഷനും അതുപോലെ ഡിസോർഡേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇന്നേക്ക് ഇത് മതിയില്ലേ? ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. ദാറ്റ് വിൽ ബി on the next class. So that's all for today. Thank you.